ലോകത്തിലെ മറ്റൊരു ദേശത്തുമില്ലാത്ത ഒരുപാട് പ്രത്യേകതകളുള്ള സംഗീതമാണ് നമ്മുടെ ഭാരതീയ സംഗീതം. നമ്മുടെ ഭാരതീയ സംഗീതത്തിൽ സംഗീതം എന്നതിനപ്പുറം നാദബ്രഹ്മം എന്നാണ് പറയുന്നത്. നാദത്തിനെ ഒരു വലിയ ബ്രഹ്മമായിട്ട് അല്ലെങ്കിൽ ബ്രഹ്മസ്വരൂപമായിട്ട് പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു വലിയ ഒരു ആധാരമായിട്ടാണ് നാദത്തെ കണക്കാക്കുന്നത്. പ്രത്യേകിച്ചും ഓങ്കാരം മുതൽ നമ്മളിന്ന് സംഗീതത്തിന് ആധാരമായിട്ട് പറയുന്ന സപ്തസ്വരങ്ങൾ വരെയുള്ള ഓരോരോ സ്വരങ്ങളും, സപ്തസ്വരങ്ങൾക്ക് ശേഷം പിന്നെയും എത്രയോ സ്വരസ്ഥാനങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ സ്വരസ്ഥാനങ്ങൾക്കിടയിലുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള അല്ലെങ്കിൽ അതിസൂക്ഷ്മമായിട്ടുള്ള നമ്മുടെ ഹൃദയത്തെ തന്നെ ആർദ്രമാക്കുന്ന അല്ലെങ്കിൽ സംസ്കരിക്കുന്ന, നമ്മുടെ ജീവിതത്തെ തന്നെ സംസ്കരിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് നമ്മുടെ സംഗീതത്തിൽ. അങ്ങനെ നമ്മൾ സംഗീതം നോക്കി പോകുന്ന സമയത്ത് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രാചീനമായ സംഗീതത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. വളരെ പഴയ സംഗീതോപകരണങ്ങൾ, അതുപോലെ വളരെ പഴയ രാഗങ്ങൾ, പാടിപ്പാടി എത്രയോ സംഗീതജ്ഞർ പാടിപ്പാടി ലയം പ്രാപിച്ച രാഗങ്ങൾ, സാവേരി, മുഖാരി, ഭൈരവി തുടങ്ങിയിട്ടുള്ള ധാരാളം പഴയ രാഗങ്ങൾ. അത്തരം രാഗങ്ങൾ കേൾക്കാൻ ഒരുപക്ഷെ ചില പഴയ സംഗീതോപകരണങ്ങൾ നമ്മളെ വളരെയധികം നമുക്കതിൽ ഇൻവോൾവ്മെൻറ്റ് കിട്ടും.